ഹായ് പിങ്കു. ബാക്കിലിരുത്തിയ ആള് ഇപ്പറ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടാ. ടാറ്റ പോകുന്നതിന്റെ ഉത്സാഹത്തിലാണ്. ഇപ്പൊ പിങ്കുവിനെ എടുത്ത് ഡിക്കി തള്ളും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിക്കൂസ് മീഡിയ. മിക്കൂസ് മീഡിയയിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മിക്കൂനെയും പിങ്കുവിനെയൊക്കെ കൂട്ടി ഒരു യാത്ര പോവാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കാണിക്കാൻ പോവാണ്. അതിന് മുമ്പ് അവര് പോയിട്ടുണ്ട് മിക്കു ഒക്കെ കേട്ടാ. ഞങ്ങളുടെ ആ മിക്കുനെ കൊണ്ട് ഒരു ദിവസം നമ്മള് പോയിട്ടുണ്ട്. അന്ന് നമ്മള് വീഡിയോ എടുത്തിട്ട് പഴയൊരു കൊച്ചു പരുവത്തിൽ നമ്മള് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മിക്കുനെയും പിങ്കുനെയും മാത്രമേ കൊണ്ടുവന്നിട്ടുള്ള കാരണം നമുക്ക് എല്ലാരെയും കൂടെ പറ്റത്തില്ല കേട്ടോ. അവിടെ ചെന്നിട്ടുള്ള അവസ്ഥ അറിഞ്ഞൂടാ. അപ്പൊ നമ്മള് അവിടെ ചെന്ന് അവരെ ഒന്ന് കൊണ്ടുപോയി നമ്മുടെ നാടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മിക്കു കാഴ്ച കണ്ടു. ഞങ്ങള് പിങ്കുനെ ഡിക്കി തള്ളിയോ? പിങ്കുവിനറിയാം. പിങ്കു ബാക്കിൽ കൂടെ കാഴ്ചകൾ കാണുവാ. അവിടെ നീളം ഇല്ല, അവിടെ നീളം വേണ്ടല്ലോ കുറച്ച്. Pingu is exploring, guys. ഇതിലേക്കൂടെ വിൻഡോ കൂടെ എടുത്ത് ചാടരുത്. വേറെ പട്ടികളെ കാണുമ്പോ എടുത്ത് ചാടുന്നൊരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവരെ കൂടുതൽ അങ്ങനെ പുറത്തോട്ട് ഇറക്കാത്തത്. ഇനി എന്തുവാന്ന് അറിഞ്ഞൂടാ. ഞങ്ങളുടെ അടുത്താണ് ഈ സ്ഥലം. എത്തിയിട്ട് നമുക്ക് ഇവിടെ നിർത്താൻ പറ്റേ. അവിടെ നല്ല തിരക്കുള്ള സമയമായിരിക്കും. ഇപ്പൊ മഴ വരുന്നുണ്ട് ഗൈസ്. ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല ഇറങ്ങാം. സ്ഥലം കാണാൻ ബെൽറ്റ് ഇട്ടോ? ഗ്ലാസ് ബെൽറ്റ് ഇട്ടോ? ഗ്ലാസ് ഇട്ടാ നീ. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ നാട്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണിത്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര ഭംഗിയാണ്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടുത്തെ വ്യൂ ഇവിടെ നല്ല കാണേണ്ടത്. ഇതിന്റെ വ്യൂ ഇവിടെ നല്ല കാണേണ്ടത്. ഇവിടെ ഒരു മലയുടെ മുകളിലുണ്ട്. ഇത് അവിടെ ഉണ്ട്. ആ മരം നിൽക്കുന്നതിന് അവിടെ ഒരു മലയുണ്ട്. അതിന്റെ മുകളിൽ കാണാൻ നല്ല കാറ്റുണ്ട് ഗൈസ്. എല്ലാം കുറെ ചാടുവാണ് ഗൈസ്. ഈ പിങ്കുവിനെ മിക്കു കുഴപ്പമില്ല കേട്ടോ. പിങ്കുവിനെ നമുക്ക് ഒന്നും പുറത്തിറക്കാൻ പറ്റുന്നില്ല. അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് വൈകിട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ചെളിയാ. അയ്യോ, മഴ പെയ്തപ്പോ പറ്റത്തില്ല. വണ്ടി വരുമ്പോൾ നമുക്ക് ഇവരെ ഇങ്ങനെ നിർത്താൻ പറ്റത്തുള്ളൂ ഗൈസ്. കണ്ടോ ഞങ്ങളുടെ പ്രകൃതി ഭംഗി കണ്ടോ. പക്ഷേ ഇവിടെ ഇങ്ങനല്ലായിരുന്നു. ഇതിപ്പം നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അവരാകെ സന്തോഷത്തില്ല. പിങ്കുവിനൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അതിപ്പം ഇതേ വണ്ടി വരുന്നുണ്ടേ. ഇപ്പം കുഴപ്പമില്ല. വണ്ടി വരുന്നുണ്ടേ. വണ്ടിയുടെ മുന്നിൽ കുറച്ചുകൊണ്ട് ചെല്ലും ഈ പിങ്കു. അങ്ങനെ മിക്കു ഇഷ്ടപ്പെട്ടാ. മിക്കു കുഞ്ഞിലേ വന്നിട്ടുണ്ട്. അവളെ ഇറക്കിട്ടോ, കുഴപ്പമില്ല. മിക്കുവിനെ നമ്മൾ കുഞ്ഞിലേ കൊണ്ടുവന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ അവിടെ. കുഞ്ഞിനെ ഓർമ്മയില്ലേ നമ്മൾ കാരണത്തിൽ അവിടെ വന്ന് അവിടെ കുറേ നേരം ഇരുന്ന്. എനിക്കൊന്ന് വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു. അത് പഴയ വീഡിയോസിനകത്തുണ്ടെന്ന് തോന്നുന്നു. വേണ്ട. എങ്ങനെയുണ്ട് മിക്കു? ഇഷ്ടപ്പെട്ടോ? സവാരി ഇഷ്ടപ്പെട്ടോ? നടക്കടേ. ഓ, അവിടെ ആളിരിക്കുന്നു പോച്ച വരയ്ക്കുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി കുറച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷമമാകത്തില്ലേ. ഒന്നും വിശ്വസിക്കാൻ കഴിയത്തില്ല.
അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നത്. പക്ഷേ എനിക്ക് ഈ വയലിൽ മൊത്തത്തിൽ ഇവരെ ഇട്ട് അങ്ങ് ഫ്രീ ആക്കി വിടാമെന്നും കരുതിയാണ് ഞാൻ വന്നത്. ഈ വയലിൽ അവർക്ക് ഓടിക്കളിക്കാൻ ഇവിടെ വേറെ പട്ടിയുടെ ശല്യം ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് ഇവിടെ ഒന്ന് ഓടിക്കളിക്കാനൊരു മിക്കു എവിടെ ചെന്നാലും ഇതാണല്ലോ അവസ്ഥ. മിക്കുവിനെ കാണാനില്ല ഗൈസ്. ഞങ്ങൾ സവാരിക്ക് ഇറങ്ങിയതാണ്, മിക്കുവിനെ കാണാനില്ല. നല്ലതാ മിക്കു അവിടെ ഇരുന്നു. മിക്കുവിന്റെ കാല് മഴ ചാറുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ വരമ്പിൽ കൂടെ നടക്കുകയാണ് ഗൈസ്. അയ്യോ ആഷിയുടെ ചെരുപ്പ് പോയി ഗൈസ്. ആഷിയുടെ ചെരുപ്പ് പോയി. എന്നെ കാണാനിട്ടാണ്. അമ്മച്ചി കൂടെ ഉണ്ട്. അമ്മച്ചി കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊരു ധൈര്യമുള്ള. അമ്മച്ചി കൂടെ ഉണ്ട് മോനെ. എന്റെ കൈ വരാനാ. ലച്ചു പതിയെ പോ. പിങ്കു ഇടയ്ക്കിടയ്ക്ക് ചെളിയിൽ ഇറങ്ങി പോകുന്നുണ്ട് ഗൈസ്. കണ്ടോ പിങ്കുവിന്റെ കോലം കാണിച്ചുതരാം. ഇത്ര നാടിയോട് ജീവിച്ചിട്ടാ ഇതുവരെ കണ്ടില്ല നെൽകൃഷി. കണ്ട പിങ്കു വെള്ളത്തിൽ കണ്ട വെള്ളം കുടിക്കുന്ന. ഇതാണ് നമ്മുടെ നടന്നു വന്ന വഴി. ഇതാണ് നമ്മൾ നടന്നു വന്ന വഴി. ആ മലയുടെ മുകളിൽ ആൾക്കാരെ കണ്ടോ അവിടെ ഒരു അമ്പലം ഉണ്ട്. അവിടെ ഒരു അമ്പലമല്ല, അതാണ് അമ്പലം, മെയിൻ അമ്പലം. ഞങ്ങളുടെ അപ്പൂപ്പൻ കണ്ടോ. അതേപോലെ കണ്ടോ ഗൈസ്, നെല്ലുണ്ട് ഗൈസ്. ദൈവമേ, അപ്പുറത്തത് 2 പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ മിക്കും പിങ്കും ഉള്ള. ഞങ്ങളെ മാത്രമേ ഇവർക്ക് കാണാൻ പറ്റൂ. മിക്കും പിങ്കും ഉള്ളവർക്ക് കാണാൻ പറ്റത്തില്ല. ഈ നെല്ലിങ്ങനെ നിൽക്കുന്നത് ഡേഞ്ചറാണ് ചേച്ചി, വരരുത്. പൊക്കി കാണിക്കണി എടുത്ത് ചങ്ങലൊക്കെ കാണിച്ചു ഡേഞ്ചർ. അവരെ കാണിയില്ലടി, എടുക്കുന്നുണ്ട്. ലച്ചുവിനെ തള്ളിയിടാനുള്ള അയ്യോ ഞാനിപ്പോ താഴെ പോയത് ഗൈസ്. കണ്ടോ, ഇതാണ് വയനാട്. ഇങ്ങനെയൊക്കെയാണ് ലച്ചു. അപ്പൊ നമ്മൾ അക്കരെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അക്കരെ നിക്കരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആശി വെള്ള ചെളി ഇതാക്കാണ്ട് പോകും. ആ മിക്കുവിന്റെ ഒക്കെ കഴിവിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. വാ തിരിച്ചു വാ. കാറിൽ കയറ്റാൻ പറ്റില്ല. ഇങ്ങനെയാണ്. മിക്കു ഡബിൾ കളറായി ഗൈസ്. അവിടെ നേരം എടുക്കും. അപ്പൊ ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ലവളുമാർ രണ്ടും കൂടെ ഇല്ല മല കയറി പോകുന്നു. എനിക്ക് എല്ലാരും കൂടെ പിടിക്കാൻ പറ്റത്തില്ല. ദീപമേ ഇതാണ്ട് ഗൈസ്. അയ്യോ എന്റെ കൈ വിട്ട് പോന്ന്. എടി കൈ വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ പുറകെ ചാടി വരും. ലച്ചു പിടിക്കാൻ പറ്റത്തില്ല എനിക്ക്. വരുന്നു മോളെ പിങ്കു. ബാ നമുക്ക് ബാ. എന്നെ ഏൽപ്പിച്ചിട്ട് 2 പേരെയും കൂടെ എന്നെ ഏൽപ്പിച്ചിട്ട് അവളുമാർ മല കയറാൻ പോയി. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അമ്പലത്തിൽ വന്ന ആൾക്കാരുണ്ട്, വണ്ടിയൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നു. അപ്പം നമുക്കിനി അവിടെ പോകാൻ പറ്റത്തില്ല. അവളുമാർ തോന്നുന്നു. മോനെ വേണ്ട, നമുക്ക് പോകണ്ട. അവളുമാർ പോയാനാണ് പിങ്കു കൂടെ കിടന്ന് കരയുന്നത് കൊണ്ടുപോകാത്തതിന്. പറ്റത്തില്ല മോനെ, പറ്റത്തില്ലടാ. നമുക്ക് നമ്മളെ ഒറ്റയ്ക്കാക്കി. മിക്കൂന് കുഴപ്പമില്ല. മിക്കൂന് അമ്മച്ചിയുടെ അടുത്തിരുന്നാൽ മതി. പിങ്കുവിന് ഇങ്ങനെ അങ്ങ് ഓടിച്ചടക്കണം. ബാ. എന്തുവാ, അമ്മച്ചി ഉണ്ടല്ലോ കൂടെ. പിന്നെന്തുവാ പിങ്കുമോളെ, അമ്മച്ചി ഉണ്ട് കൂടെ. പിന്നെന്തുവാ
നമുക്ക് പോകണ്ട അങ്ങോട്ട്, അവൾക്ക് പോകാനാന്ന് തോന്നുന്നു കേട്ടോ. അവളുമാർ കൂടെ അങ്ങോട്ട് പോകാനാ. അപ്പോൾ ഗായ്സ്, നിങ്ങൾ അവിടെ നിൽക്കുന്ന ആ 2 വെള്ളകളും ഒരു കറുത്തതും കൂടെ കാണുന്നുണ്ടോ? അമ്മ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ 3 പേരുടെ മലമുകളിലോട്ടും കയറി വന്നേക്കുക. അവരെ കാണാമോ? ഞങ്ങൾ വളരെ ഉയരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ഉറുമ്പിന് അത്രയായിട്ട് വേണം. കുറച്ചുകൂടെ മണ്ടേ കൂടെ പോയാ പക്ഷെ ഇനി കുറച്ചാൽ നേരം കഴിയാ, കുറെ നേരമായി. ഇതുവഴി തിരിച്ചു പോവാം, എന്നാലേ രസമുണ്ട്. ഇതുവഴി തിരിച്ചു പോണ കാരണം ഈ ചെളിയായിട്ടുണ്ട്. കണ്ടോ ഗൈസ്? അപ്പൊ ഇത് കഴുകിയിട്ട് നമുക്ക് കാറി കയറ്റാൻ പറ്റുമോ? ഇല്ലാതെ കാറി കയറി ശരിയായിട്ടില്ല. അപ്പൊ കഴുകി നിങ്ങളെന്താ എന്നെ കാലുണ്ട്. അറിവ് പകരൂ അശ്മി. ഇതിനകത്ത് അഴിയില്ല. നടക്കങ്ങോട്ട്. മിക്ക തിരിച്ചു വന്നു. പിടിച്ചിട്ട് ഞാൻ പോയി എടുത്തോണ്ട്. മാത്രമേ ഉള്ളൂ എന്നോട് സ്നേഹം. തിരിഞ്ഞു വന്നാണ്ട് അങ്ങ് പോയ മിക്കുക. എന്റെ കയ്യിലുണ്ട്, ഒരെണ്ണം കാലിലും ഉണ്ട്. ഇനി അങ്ങോട്ട് ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റില്ല ഗൈസ്, ഫുള്ള് ചെളിയാണ്. അപ്പൊ ഗൈസ് കണ്ട, ഞങ്ങളെല്ലാം ചെളി മുങ്ങി നണ്ട. ഭയങ്കര ചെളിയായിരുന്നു. ഞാൻ പിന്നെ ഇടയ്ക്കൊരു വെള്ളത്തിൽ മിക്കും പിങ്കും എന്നെ വെള്ളത്തിൽ തള്ളിയിട്ട്. അപ്പം അവര് നന്നായിട്ട് ആസ്വദിച്ചു. കുറെ നേരമായി ഞങ്ങൾ വന്നിട്ടപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. നേരെ സന്ധ്യയായി, മഴ വരുന്നുണ്ട്. മഴയൊന്നുമല്ല, ജസ്റ്റ് അവിടെ വരെ പോയിട്ട് വരുന്നേ ഉണ്ട് നല്ല. അപ്പൊ ഞങ്ങൾ അപ്പം ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാം ഞങ്ങളുടെ മിക്കൂനെയും പിങ്കൂനെ ഞങ്ങൾക്കല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്. രണ്ടുപേരും നിൽക്കുന്ന നിപ്പ കണ്ട പാവങ്ങള്.